അപ്പോൾ നാളെ എനിക്കും ആഷിക്കും ഒരു സ്പെഷ്യൽ ഡേ ആണ്. നാളെ ആഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ഒരു കേക്ക് മുറിയും പിന്നെ ഞാൻ കുറച്ച് ഗിഫ്റ്റെല്ലാം വാങ്ങിയിട്ടുണ്ട്. അവന് വേണമെന്ന് ആഗ്രഹിച്ച കുറച്ച് എന്നോട് അധികം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് ഗിഫ്റ്റെല്ലാം ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ ആഷി ഇപ്പോൾ ടെറഫിൽ കളിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ വരുമ്പോഴേക്കും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവന് 9 മണീൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അപ്പോഴേക്ക് കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങി നമ്മളിപ്പം വന്ന് അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ കുറച്ച് പണിയുണ്ട്, ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ സ്വതവേ ഞാൻ അവൻ്റെ കൂടെ പോക്കുണ്ട്, ഞാൻ ഇന്ന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടെ നിന്നെല്ലാം കുറച്ച് സെറ്റാക്കണം. പിന്നെ ഗിഫ്റ്റെല്ലാം ഒന്ന് റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് പേപ്പർ കൊണ്ടൊന്ന് റാപ്പ് ചെയ്ത് എടുക്കാനുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വരുമ്പോഴേക്കും എന്തായാലും 9 മണീൻ്റെ ഉള്ളിൽ വരും. അപ്പോഴേക്കെല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വാങ്ങിയ ഗിഫ്റ്റെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് വരുന്നത്. എന്തെല്ലാം ഉള്ളത്, ഒരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട്. ടീഷർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഞാനിത് പിന്നെ ഫുള്ള് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഓൻ എന്തായാലും ഇതെന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ അന്നേരം കണ്ടോ. പിന്നെ ഉള്ളതൊരു വാച്ചാണ്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് ഇതെല്ലാം. പിന്നെ ഇതൊരു വാച്ചാണ്, വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചൊന്നുമല്ല, അവന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് സ്പെക്സാണ്. രണ്ട് സെറ്റായിട്ട് കോംബോയിൽ വരുന്ന സ്പെക്സാണ്. ഇതുമായിട്ട് വരുന്ന കപ്പിൾ സ്പെക്സാണ് അതിൻ്റെ അകത്ത് കണ്ടത്. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ 2 സെറ്റ് വരുന്നുണ്ട്. അധികവും പറയും, ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കുമ്പോൾ നമുക്കൊരു സ്പെക്സ് വേണം എപ്പോഴും പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിലൊരു സ്പെക്സും ആഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുന്നില്ല, വന്നിട്ട് എന്തായാലും ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ കണ്ടോ. പിന്നെ ഉള്ളത് ഒരു ഷൂ ആണ്. ഓൾറെഡി ഓൻ്റെ കയ്യിലുള്ള ഷൂ നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത് എടുക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും ഒരു ഷൂ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ടീഷർട്ടിന് ഔട്ട്ഫിറ്റിന് മാച്ചായിട്ടുള്ള പിന്നെ ഷൂവും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഇതെല്ലാം ഓൺലൈനിലായിട്ട് വാങ്ങിയതാണ്. ഒന്ന് മാച്ച് ആവുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ വാങ്ങിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയിട്ട് റിട്ടേൺ അടിക്കണമെങ്കിൽ റിട്ടേൺ അടിക്കാമെന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഗിഫ്റ്റ് ഇങ്ങനത്തെ ഒരു കോലത്തിലുള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് റാപ്പ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് പേപ്പർ വാങ്ങിയിട്ടുണ്ട്. അത് ഒട്ടിക്കാൻ വേണ്ടി സെല്ലോ ടേപ്പ്. അപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ നല്ല റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ നല്ലൊരിതിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു രീതിക്ക് തന്നെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്പെക്സ്, ഇത് ഷൂ, ഇത് വാച്ച്, ഇത് ടീഷർട്ട്, അങ്ങനെ 4 പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ 12 മണിയായി. ആഷിൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് വിഷ് ചെയ്യാം. ഇവിടെ എല്ലാം സെറ്റാണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഷി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇനി സർപ്രൈസ്. ഇല്ല ഇല്ല അങ്ങനെ എടുക്കാൻ കഴിയില്ല. ഇനി ബാ സെറ്റല്ലേ. ഇത് ഡിസൈൻ പിൻട്രസ്റ്റ് ഒന്ന് എടുത്തേനെ കേട്ടോ എല്ലാവർക്കും. ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു ഫ്ലേവർ
ഉറപ്പായിട്ടാ പോടാ ഓറിയോ ആണ്. ഓറിയോ അത് പോയി വാങ്ങിയില്ല. സൂപ്പർ സൂപ്പർ. എന്നിട്ട് വാച്ചാവാൻ വാച്ച് സൂപ്പർ. അല്ല ഞാൻ കാണിച്ചു കൊടുക്കാം. ആദ്യമേ എല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാം മാച്ചിങ് കളർ ഇതിനൊന്നും പറ്റാണ് സൂപ്പർ. ഇതെന്താ സാധനം? എനിക്ക് ആ ഷേപ്പ് കണ്ടിട്ടുണ്ടാവുന്ന്. എന്തെങ്കിലും റോസാ പോവാ അത്രക്ക് ക്രിഞ്ചില്ല. സ്പ്രേ ആയിരിക്കും. സ്പ്രേ ഇങ്ങനത്തെ ഇതൊന്നും ആക്കി വെച്ച് കിട്ടിയിട്ട് സ്പെക്സ്. ഇത് ഞാൻ വിചാരിച്ചിട്ടില്ല. ടക്കിട്ടില്ല സ്പെക്സ്. കപ്പിൾ സ്പെക്സാ. കപ്പിൾ സ്പെക്സാ. നല്ല അടിപൊളി സ്പെക്സ്. ഇഷ്ടമാണ്. ഇത് ഇന്ത്യ ആയിരിക്കും അല്ലേ? ഇട്ടോക്ക്. അത് മനസ്സിന് രണ്ടും കൂടെ കുഴപ്പമില്ല. അതിനെക്കാട്ടും നല്ലാണ് ഇതാണോ ചേരുന്നേ? ചേരുന്നുണ്ട് എല്ലാരും. ചേരുന്നുണ്ട് എല്ലാരും കമന്റ് ചെയ്യാ. ഇത് എനിക്ക് തോന്നുന്നത് ഷൂ ആയിരിക്കും അല്ലേ? എക്സ്പെക്ടേഷൻ ഒന്നും പറയരുത്. എന്റെ കഷ്ടപ്പാടാ നീ പറിച്ച് കളയുന്ന കേട്ടാ. കുറെ കഷ്ടപ്പെടി നോട്ടിക്കാൻ. കണ്ണുകൂട്ടി തുറക്ക്. സൂപ്പർ. ഒന്ന് ഇട്ടോക്കിട്ടെ. ജസ്റ്റ് ഒന്ന് ഇട്ടോക്ക്. നമുക്കൊരു ഡൗട്ട്. സൈസ് കണക്കാവില്ല, നമുക്കറിയില്ല. കുറേ കാലമായി ഷൂ ആണെന്ന് വിചാരിക്കും. അപ്പൊ ലൂക്ക എങ്ങനെയുണ്ട്? ഇവന്റെ ഷൂ എങ്ങനെയുണ്ട്? ലൂക്കൊക്കെ വലിയ പരിക്കെല്ലാം പറ്റിയിട്ടില്ല. അതുകൊണ്ട് ലൂക്കൊന്നും മുണ്ടൂല. എങ്ങനെ കുഴപ്പമില്ല. കളറെല്ലാം ഇഷ്ടമാണ്. നല്ല ജീനിന്റെ പലണം ചെയ്തു. അപ്പൊ ഓക്കെ അല്ലേ? ഇനി ബാക്കി അടുത്ത വിളിക്കും. ടീഷർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഷർട്ടാണ് ഫുള്ളി കൊറിയൻ സെറ്റാണോ? ഈ ആ ഷൂ ടീഷർട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടോ നോക്ക്. ഓ നല്ല മാച്ച് ഉണ്ട്. നൈസ്. അപ്പൊ ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് ഒന്നും പറയാനില്ല. സൂപ്പറാ. സൂപ്പറാ. ഹാപ്പിയാ? പിന്നെ ഹാപ്പി അല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീഷർട്ട് പൊളിച്ച് വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഇനി നാളെ എല്ലാം കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. നാളെ നമ്മള് ഇവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കും. നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കൂലല്ലേ? ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. പിന്നെ എന്താ പരിപാടി? നമുക്ക് നാളെ സിനിമക്ക് പോകണം. അപ്പോൾ നാളെ രാവിലെ കാണാം. അല്ല നാളെ ഇല്ലേ?
അതല്ല ഇന്ന് 12 മണി കഴിഞ്ഞില്ലേ? അപ്പോൾ രാവിലെ കാണാം. കുഴപ്പമില്ല, കുറച്ച് ബുദ്ധി കുറവുണ്ട്, അതുകൊണ്ടാ പേടിക്കണ്ട. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. നമ്മള് ബർത്ത്ഡേ ഒക്കെ എണീച്ചു രാവിലെ അല്ലേ? നമ്മള് നേരത്തെ അതിരാവിലെ എണീച്ചല്ലേ? അല്ലാണ്ട് രാവിലെ എണീച്ചു. എന്താ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വെച്ചു? ബീഫാ? ബീഫിന്റെ ഒപ്പം എന്താ? ഇറച്ചിച്ചോറാ. അതാക്കുന്നേ ഞാനാക്കണ്ടേ? നമ്മളങ്ങനെ ബീഫ് വാങ്ങിക്കലില്ല, അധികം അങ്ങനെ ചിക്കൻ വാങ്ങിക്കല്. പക്ഷെ ഒക്കെ എനിക്ക് ഇറച്ചിച്ചോറാക്കാൻ ഇറച്ചി ഒരു തട്ടിക്കുട്ടി ഇറച്ചിച്ചോറാക്കാം നമുക്ക്. എല്ലാം എൻ്റെ സ്പെഷ്യൽ അല്ലേ? നല്ല അടിപൊളി പായസം വെക്കുന്നുണ്ട്, അത് വെച്ചുണ്ടാക്കാം. ഇറച്ചിച്ചോറ് പിന്നെ ഇടുന്നു കണ്ട് പരിചയമുള്ള പോലെ എനിക്ക് ചെറിയ ടച്ച് ഉണ്ട്. എല്ലാം വെച്ച് തട്ടിക്കുട്ടി ഉണ്ടാക്കി വെക്കാം അല്ലേ? ഇത് നമ്മളെ പൂച്ച ഈ എന്തോ കാര്യമായിട്ട് എന്തോ നോക്കുന്നു. കണ്ടോടാ, ഇതിന് നമ്മളെ കണ്ടം പൂച്ചിടുന്ന കടി കിട്ടിയിട്ട് ആയ പോലെ നോക്കിയാ. ഏയ് ഹലോ, ഹോയ് ഹോയ്. മരുന്നെല്ലാം വെച്ച് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. തിരിച്ച് വരും, നമ്മളെ ലൂക്കെ തിരിച്ച് വരും അല്ലേ? എല്ലാത്തിനും അടിച്ചിടാൻ തിരിച്ച് വരും. അങ്ങനെ നമ്മൾ ബീഫെല്ലാം കൈ വെച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ ബീഫ് എല്ലാം മുറിച്ചിട്ട് ഇനി ചോറെല്ലാം ആക്കാനുണ്ട്. ഓക്കെ, ചോറെല്ലാം വെച്ചിട്ട് ബാക്കി പരിപാടി വെക്കാം അല്ലേ? അങ്ങനെ അവിടെ ചോറ് റെഡി ആയിരിക്കുന്നു അല്ലേ? തുറക്കാലോ ചോറ്. നല്ല സ്പെഷ്യൽ ഇറച്ചിച്ചോറ് കഴിച്ചിട്ട് അഭിപ്രായം വിചാരിച്ചു. ബീഫും ചൂടുണ്ട്, ഇപ്പം കഴിക്കുമോ? അതിന് ചൂടൊന്നുമില്ല, അതിന് ചൂട് തണുക്കുന്നില്ല. കുറ്റിയാണ് തിന്നു. മറ്റേ ട്രീറ്റ് ആക്കണം, കുറച്ച് ട്രീറ്റ് ഉണ്ടേനാ? ട്രീറ്റ് ആയിക്കും. അപ്പോൾ ഗൈസ്, പായസം ഇത് ഇവിടുന്ന് റെഡി ആവുന്നുണ്ട്. ആശ ഇപ്പം നല്ല ഉറക്കാണ്. അപ്പം ഞാനും കൂടി ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ, പായസം എല്ലാം ആക്കണ്ടേ. അപ്പം അപ്പുറത്തെ വീട്ടിലെല്ലാം കൊടുക്കണം, അപ്പുറത്തെ ഇത്തേൻ്റെ വീട്ടിലെല്ലാം കൊടുക്കാനെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചിരുന്ന പായസമൊക്കെ പായസം എല്ലാം റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ചും കൂടി ഉണ്ട് റെഡി ആവാൻ. ഇനി ഏലക്കായും പിന്നെ നെയ്യ് ഒഴിക്കണം, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഇടാനുണ്ട്. അതിൽ നെയ്യിൽ വാട്ടിയിട്ട് ഇതിലിടാനുണ്ട്, കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാം റെഡി ആവട്ടെ, എന്നിട്ട് കാണാം. ഇതാണ് ആശീൻ്റെ ഔട്ട്ഫിറ്റ്, ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. അങ്ങോട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണ്ടല്ലേ ആശി? അപ്പോൾ ഓക്കെ, നമ്മൾ സിനിമക്ക് പോവാം. നോക്കട്ടെ. ആരുമില്ല ഗൈസ്, ആരുമില്ല. എല്ലാരും നമ്മളാണ് കാലൂത്തുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള തിയേറ്റർ അല്ലേ? തലശ്ശേരിനെക്കാട്ടും എത്രയോ ബെറ്റർ ആണ്.